ഹായ് ഡിയേഴ്സ്, ബിയോണ്ട് ബോർഡേഴ്സ് വിത്ത് ദിവ്യ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചയായി. പിന്നെ എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. നമ്മൾ കറക്റ്റ് ഡ്യൂട്ടി ഷെഡ്യൂളിൽ ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഒരു 1 മന്ത് ഏകദേശം പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും ഒരു റെസ്പോൺസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. വാട്സപ്പിലൂടെയും പിന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്ന സോഷ്യൽ മീഡിയാസിലൊക്കെ എല്ലാവരും കുറേ മെസ്സേജ് ഇട്ടു. എല്ലാവർക്കും നല്ല ഇൻസ്പയർഡായി. കാരണം ഈ വീഡിയോ നന്നായിട്ട് പറഞ്ഞു കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ ജൂനിയേഴ്സ് ആണെങ്കിലും കുറേ പേര് ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെന്ന് എനിക്ക് നേരിട്ടറിയുന്നവരുണ്ട്, അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഒരു അവസരം കിട്ടാൻ ഞാനും അവർക്ക് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ, കാരണം എനിക്ക് അറിയാവുന്ന ഹെൽപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനും അവരെ ഹെൽപ്പ് ചെയ്യും. കാരണം അവരുടെയൊക്കെ ഒരു സ്വപ്നം, എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇത്രയും കാലം ഇത്. അപ്പം അത് എനിക്ക് കിട്ടാൻ ഇത്രയും ഒരു ഇത് വേണ്ടി വന്നു. അപ്പോൾ അവർക്കും അതുപോലെ എല്ലാം അവർക്കും അവരുടെ കൈകളിൽ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ അപ്പോൾ എല്ലാവരും കുറേ പേര് പറഞ്ഞു നല്ല ഇൻസ്പയർഡായി. അപ്പം അത് കേട്ടപ്പോൾ വളരെ സന്തോഷം. കാരണം നമ്മളിലൂടെ ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടുക എന്ന് പറയുമ്പം അതിലും സന്തോഷമുള്ളൊരു വേറൊരു കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവർക്കും നമ്മളുടെ കാരണം ആരെങ്കിലും എന്തെങ്കിലും കാരണങ്ങളാൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇത് അവർ വേണ്ടാന്ന് വെച്ചിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അതൊരു വീണ്ടും ഒരു റീതിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ കൊടുത്തു എങ്കിൽ എനിക്കതൊരു അത് ഞാൻ എൻ്റെ ഒരു നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം ഇന്ന് ഞാൻ പറയാമെന്ന് വിചാരിച്ചത്, അപ്പം ഞാൻ അവിടെ എയർപോർട്ടിലെത്തിയവരായിരുന്നു അന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ നമ്മുടെ ഹോസ്റ്റലിലേക്ക് നമ്മളാക്കുകയാണ് ചെയ്തത്. ഹോസ്റ്റലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നേ മെയിലിൽ അവർ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് അവിടുന്ന് വണ്ടിയിൽ വരുമ്പോൾ തന്നെ ഞാൻ ഫുള്ള് 4 പുറം നോക്കുമായിരുന്നു. കാരണം ഫസ്റ്റ് ആദ്യമായിട്ട് ഞാനൊരു വേറൊരു കൺട്രിയിൽ വരികയാണ്, ഒരു ഗൾഫ് കൺട്രിയിൽ വരികയാണ്. അപ്പം ഫസ്റ്റ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ചുറ്റും കാണാൻ വേണ്ടിയിട്ട്. ഫുള്ള് നമ്മുടെ കണ്ട ഒരു എന്താണ് മുഖച്ഛായ അല്ലല്ലോ. അപ്പം നമ്മൾ അതൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റോടു കൂടി കണ്ട് ഹോസ്റ്റലിൽ വന്നിറങ്ങിയപ്പം ഞാൻ ഫസ്റ്റ് ഓർത്തത് പോണ്ടിച്ചേരി പോയി ഇറങ്ങിയ ഒരു സമയമാണ്. അന്ന് അമ്മയും അച്ഛനും കൂടി നമ്മൾ ട്രെയിനിൽ പോയി പോണ്ടിച്ചേരി ഹോസ്റ്റലിൽ തന്നെ ആക്കിയ ആ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഞാൻ പുതുതായിട്ടൊരു വേറൊരു കേരളം അല്ലാതെ വേറൊരു സ്റ്റേറ്റ് കാണുന്ന സമയമായിരുന്നു അന്ന്. അപ്പോൾ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതേപോലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഫുള്ള് പുതിയ ലാംഗ്വേജ്, അതേ പുതിയ ആൾക്കാർ അങ്ങനെയൊക്കെ ആയിട്ട് പരിചയപ്പെടാൻ പറ്റി. അതുപോലെ ഇപ്പോൾ പുതിയൊരു കൺട്രിയിൽ വന്ന് ഇവിടുത്തെ ഒരു സ്ഥലത്ത് താമസിക്കാൻ പോണ ആ ഒരു സമയം, നമ്മൾ വന്നിറങ്ങിയ സമയത്ത് ഫസ്റ്റ് കാണുന്നത് ഹോസ്റ്റലാണല്ലോ. അപ്പം അവിടുത്തെ എന്താണ് ഫ്ലാറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയതുകൊണ്ട് നമ്മൾ കറക്റ്റ് റൂമിൽ വന്നു. അത് കഴിഞ്ഞ് നമുക്കത് ഇവിടെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഹോസ്പിറ്റലിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ പാസ്പോർട്ടും ഫോട്ടോയും കൊടുക്കണമായിരുന്നു. ഇവിടുത്തെ ഒരു CPR എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ID കാർഡ് കിട്ടുന്ന ഇവിടുത്തെ ഒരു ID കാർഡാണിത്. അപ്പോൾ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ പാസ്പോർട്ടും നമ്മുടെ ഫോട്ടോസോ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളവിടെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു ഒരു 3 ഡേയ്സ്. പിന്നെ അക്കോമഡേഷൻ നമുക്ക് ഒരു 2 മന്ത്സ് 3 മന്ത്സ് വരെ നമുക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അക്കോമഡേഷൻ നമുക്ക് വേണമെങ്കിൽ അക്കോമഡേഷൻ അലവൻസ് വേണ്ടി കിട്ടുന്ന സമയത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ്. അപ്പം ഞാൻ വന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ പുതിയൊരു വീട്ടിൽ കയറുമ്പം അല്ലെങ്കിൽ നമ്മൾ ഇനി താമസിക്കാൻ പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമല്ലോ. അപ്പം ഞാനങ്ങനെ വീഡിയോ എടുത്ത് വെച്ചത് ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ ഹോസ്പിറ്റലിൽ നമുക്ക് ഡിഫൻസിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലൊക്കെ ഭയങ്കര കുറച്ച് വീഡിയോസിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് മുന്നേ ഞാൻ ഇവിടെ ആണ് ഇനി എൻ്റെ ഇടം എന്ന് മനസ്സിലാക്കിയ സമയത്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമ്മളിവിടെ ജോബ് കൺഫേം ആയ സമയത്ത് ഞാൻ റെഫറൻസിന് വേണ്ടി കുറച്ച് ഫോട്ടോസൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. അപ്പം ഈ വീഡിയോയിൽ എല്ലാവരും എൻ്റെ ഹോസ്റ്റൽ അല്ലെങ്കിൽ എൻ്റെ ഈ ഫ്ലാറ്റ് ഇനി ഞാൻ നിൽക്കാൻ കുറച്ച് നാളത്തേക്കാണെങ്കിൽ നിൽക്കാൻ പോകുന്ന അത് നമുക്ക് കണ്ടിട്ട് വരാം.